ഡ്രഗിലേക്ക് വന്നാൽ തിരികെ വരാൻ പറ്റത്തില്ലെന്നുള്ളത് ഒരു സയൻസാണ്. കുട്ടികൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അറിഞ്ഞോ അറിയാതെയോ കൗതുകത്തിലോ ജിജ്ഞാസയ്ക്കോ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കും, അറിയാതെ ചൂയിങ്ങോ ചോക്ലേറ്റോ പേപ്പർ സ്റ്റഫുകളോ സ്റ്റാമ്പുകളോ ഗുളികകളോ ഐസ്ക്രീമുകളോ ഒക്കെ ആയിട്ട് പല രൂപത്തിലുള്ള ഡ്രഗുകൾ നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ അല്ലെ കൗതുകത്തിനും ജിജ്ഞാസയ്ക്കും പലപ്പോഴും സ്മാർട്ട്നെസ് കാണിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ മക്കള് മറ്റുള്ളവരുടെ മുന്നിൽ സ്മാർട്ടാണെന്ന് കാണിക്കാൻ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് സ്മാർട്ട്നെസ് കൂടിയ കുട്ടികളെ പെട്ടെന്ന് ഇതിലേക്ക് വരും. കാര്യം ധൈര്യം കാണിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാനും ഇത് കഴിച്ചാൽ എനിക്ക് കുഴപ്പമില്ല നമ്മൾ കാണിക്കാൻ വേണ്ടി കുട്ടികൾ ആദ്യം ലഹരി വസ്തുക്കളിലേക്ക് കടന്നു വരും. ഇപ്പൊ പുകയില ഉൽപ്പന്നങ്ങളിലാണ് കുട്ടികളുടെ ഹാൻഡ്സും കൂടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. പുകയില ഉൽപ്പന്നങ്ങളിലാണ് നിലവിൽ സ്കൂളുകളിൽ ലഹരിയുടെ ഉപഭോഗം കുട്ടികൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഒരു 5 എനിക്ക് തോന്നുന്നു ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഇവിടോട്ട് വന്നു. ചെങ്ങന്നൂര് 47 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉള്ളതിൽ 40ഓളം സ്കൂളുകളിൽ 6-7 മോസ്റ്റ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂൾ ഒഴിച്ച് എല്ലാ സ്കൂളുകളിലും കുട്ടികൾ 20 തൊട്ട് 30% കുട്ടികൾ ഹാൻഡ്സും കൂടി ഉപയോഗിക്കുന്നു. അത് ആൺപെൺ വേറെ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഹാൻഡ്സും കൂടി ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് 1.5 ഇയറിനകം വർഷത്തിനകം അടുത്ത ഡ്രഗ് ഉപയോഗിക്കണം, അടുത്ത ഡ്രഗ് അന്വേഷിക്കും. അടുത്ത ഡ്രഗ് എന്ന് പറഞ്ഞാൽ പണ്ട് മദ്യമായിരുന്നു. ഇന്ന് പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും പിന്നെ ഗഞ്ചാവുമായി. ഇന്ന് പുകയില ഉൽപ്പന്നവും മദ്യവും ഗഞ്ചാവും മാറിക്കൊണ്ടിരിക്കുന്ന നേരെ ഞാൻ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സിലേക്കാണ് പെട്ടെന്ന് കടന്നു പോകുന്നത്. മദ്യത്തിലേക്ക് വളരെ കുറച്ച് കുട്ടികളെ പെട്ടെന്ന് വരുന്നുള്ളൂ. കൂടുതൽ കുട്ടികളും പെട്ടെന്ന് കടന്നു പോകുന്ന സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെയാണ്. കോളേജ് തലത്തിലും ഒക്കെ കടന്നു വരുന്ന കുട്ടികൾ ബഹുഭൂരിപക്ഷം. അപ്പൊ ഈ കുട്ടികൾ ഇതിലേക്ക് കടന്നാൽ എന്താണെന്നുള്ള പ്രശ്നം വൺ ടൈം കൺസംഷൻ ഉണ്ടാവുന്നത്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ പറഞ്ഞോ അറിയാതെയോ കൗതുകത്തിനോ ജിജ്ഞാസയ്ക്കോ പോലും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടികൾ അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലെ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എമ്മേക്കാരും പിജിക്കാരും ഉള്ള ഒരാൾ ഇത് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകളാണ് അല്ലെ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകളാണ്. ഇന്ന് നമ്മളൊരു ഡ്രഗ് ഉപയോഗിച്ചാൽ അടുത്തൊരു 16 തൊട്ട് 24 മണിക്കൂറിനകം ആ ഡ്രഗ് അതേ അളവിലോ അതിനല്പം കൂടുതൽ അളവിലോ നമുക്ക് വീണ്ടും വേണമെന്ന് നമ്മുടെ ന്യൂറോ സിസ്റ്റം ആവശ്യപ്പെടുന്ന അവസ്ഥയ്ക്കാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മദ്യത്തിന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറയുകയല്ല, മദ്യത്തിനേക്കാൾ എത്രത്തോളം ഭീകരമായിട്ടുള്ളതാണ് ഡ്രഗ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാണ്. മദ്യം കഴിച്ചാൽ ഇപ്പൊ 360 ദിവസം മദ്യപിച്ച് ഒരു രക്ഷയില്ല, ഒരു ബോധമില്ലാതെ നടക്കുന്നത് 10-30 വർഷമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തലേദിവസം നമ്മുടെ നാട്ടിൽ പറയും വാള് വെച്ച് ബോധമില്ലാതെ നടക്കുന്നവരാണെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ജീവിക്കുന്നത്. ഇമ്പോസിബിൾ എന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റാണ് എങ്കിലും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ലഹരിയിലേക്ക് പെടാതിരിക്കാനുള്ള ബോധം നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. പറഞ്ഞു വേണ്ടേ? 10 വർഷം മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയും. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. മോഡേൺ ഡ്രഗ്സിലേക്ക് വീണാല് നോർമൽ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10 വർഷം 10-11 വർഷം കഴിയുമ്പോഴാണ് അവരുടെ ലൈഫ് ഇല്ലാതായിരിക്കുക. അപ്പൊ ഒരു 6-7 വർഷം തൊട്ട് അവന്റെ ന്യൂറോ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ അത് നന്നായിട്ട് ബാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ഇന്റേണൽ ഓർഗൻസിനെ ലിവർ കിഡ്നി അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ അതിന് ബാധിച്ചിട്ട് ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ന്യൂറോ സിസ്റ്റത്തെ ബാധിക്കും. നമ്മുടെ തലച്ചോറും അസോസിയേറ്റഡ് ഗ്ലാൻസിനെയാണ് നമ്മൾ ബാധിക്കുന്നത്. നമ്മുടെ ന്യൂറോ സിസ്റ്റത്തിൽ പ്രവർത്തനം ഇല്ലായ്മയായാലും എന്താ പ്രശ്നം? നമുക്ക് നടക്കാനോ ഓടാനോ മിണ്ടാനോ ചിരിക്കാനോ പാടാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സാധിക്കുമോ? നമ്മുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുമോ? പ്രശ്നം എന്താ? പെട്ടെന്ന് ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു. ഡിപ്രഷൻ വളരെ ഭീകരമായ ഒരു രോഗമാണ്. നമ്മൾ വിചാരിക്കും ഡിപ്രഷൻ നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് നമ്മുടെ എല്ലാം ചിന്ത. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 192 പേരെ വിവിധ ഡിഅഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ഭീകരമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗം. മാനസികമായി തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഈ ലൈഫ് എന്തിനാ എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു പോകുന്നത് നമുക്ക് തടയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഡ്രഗിലേക്ക് വരാതിരിക്കാനുള്ള ബോധം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമായി ഇന്ന് അതൊരു വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിലെ ഗർഭപാത്രങ്ങളിൽ വന്ന് ചേർക്കാൻ സാധിച്ച മിടുക്കന്മാരെ ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ അല്ലെ.
നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു വികസിതവും ഒക്കെയാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ. സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ 6ാം സ്ഥാനത്ത് നമ്മുടെ രാജ്യം 5ാം സ്ഥാനത്തേക്ക് കടന്നു. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളായി, 1600ഓളം രൂപ ക്ഷേമ പെൻഷനുകളായി, നാഷണൽ കോളേജുകൾ ഇന്റർനാഷണൽ കോളേജുകളല്ല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ പോലും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കടന്നു വരുന്ന വളരെ സുന്ദരമായ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് നേഷനിലെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം, അല്ലെ? കലാപരിഹിതമായ ഒരു സംസ്ഥാനം, സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളാലും അധ്യാപകരാലും ഒക്കെ സമ്പന്നമായ നല്ല സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ ഇവിടെ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം സിദ്ധിച്ച ഇവരുടെ ഭാഗ്യം. ആഫ്രിക്കയിലെ സൊമാലിയ പോലൊരു രാജ്യത്താണ് ജനിച്ചിരുന്നെങ്കിൽ 4-5 ദിവസം കൂടുമ്പോൾ ഭക്ഷണം പോലും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ബാല്യങ്ങളിൽ എൻ്റെ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 80-80-നടുത്താണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ ഇന്റലിജൻസ് കോഷ്യന്റ്, നമ്മുടെ ബുദ്ധിയുടെ കഴിവെന്ന് പറഞ്ഞാൽ. ഇന്ന് ഇവരുടെയൊക്കെ ഇന്റലിജൻസ് കോഷ്യന്റ് 130-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്ര ബ്രില്യൻ്റായ കുട്ടികളാണ്. ഇപ്പൊ ഞാൻ എൻ്റെ പൂർവികരെക്കാളും കരുത്തനും ബുദ്ധിമാനും മിടുക്കനുമായിരുന്നു. എൻ്റെ കാര്യം എൻ്റെ അച്ഛനേക്കാളും വലിയച്ഛനേക്കാളും ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എനിക്കാണ്, അല്ലേ? എന്നെക്കാളും കരുത്തരാണ് എൻ്റെ മക്കൾ. ഇപ്പൊ 4 വയസ്സുകാരനായ ഒരു മകന്റെ മകളുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്താൽ അവൻ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും, അല്ലേ? എന്തുകൊണ്ടാണ്? അവന്റെ IQ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫാർ ബിയോണ്ടാണ് നമ്മളെക്കാളും ഒക്കെ, അല്ലേ? അവന്റെ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഒത്തിരി അഡ്വാൻസ്ഡാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെല്ലാം വളരെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ഒരു സാമൂഹിക പ്രതിബദ്ധതയായിട്ട് എൻ്റെ മകനോ മകളോ എന്നുള്ളതല്ല, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും നമ്മുടെ മക്കളെ എല്ലാം നല്ല ദിശാബോധമുള്ള പൗരന്മാരായിട്ട് നയിക്കേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിൽ ഒന്നായിട്ടുണ്ട്. ഇപ്പൊ ലഹരിയിലേക്ക് പെട്ടാൽ 15 വയസ്സ് ലഹരിക്ക് അനുഭവപ്പെടുന്ന ഒരു കുഞ്ഞ് 25 വയസ്സ് വരെ മാക്സിമം നോർമൽ ലൈഫിലേക്ക് പോകുന്നുണ്ട്. 80 വയസ്സ് വരെ ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ട് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യത്ത് ജനിച്ചിട്ട് 15 വയസ്സിൽ ഹാൻഡ്സും കൂടും തുടങ്ങി 25 വയസ്സിനുള്ളിൽ നഷ്ടപ്പെടുത്തേണ്ടതാണോ അവന്റെ ലൈഫ്? അവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ബോധം അവൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്ക്, അല്ലേ? അപ്പൊ നമ്മൾക്ക് അത് ചെയ്യണം. ഇതേപോലെ മാത്രമല്ല, നമ്മുടെ ഈ രാജ്യം നേടി നേട്ടങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് രാജ്യം വികസിതവും ഒക്കെ ആയെന്ന് പറഞ്ഞല്ലോ. ഈ വികസിതവും ആയപ്പോൾ ഈ വികസനം എല്ലാം കൊണ്ടെത്തുന്ന ആരാണ്? ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്? അല്ല. ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ ബുദ്ധിമാന്മാരെ ചെറുപ്പക്കാരും കുട്ടികളും കൊണ്ടുവന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങളെല്ലാം, അല്ലേ? അങ്ങനെ തോന്നില്ലേ? അവരുടെ കഴിവും പ്രയത്നങ്ങളും ഒക്കെ അന്യരാജ്യങ്ങളെ കൊണ്ട് പണയം വെച്ചിട്ട് ഡോളറായിട്ടും പൗണ്ടായിട്ടും ദിനാറായിട്ടും ഒക്കെ സമ്പത്ത് രാജ്യത്തേക്ക് കടന്നു വന്നപ്പോഴാണ് രാഷ്ട്രം സമ്പന്നമായി പറയുന്നത്. ഇവിടുത്തെ കാർഷിക വിപ്ലവങ്ങളെല്ലാം കൊണ്ടുവന്ന ആരാണ്? ഇവിടുത്തെ ബുദ്ധിമാന്മാരായ യുവ ശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെ? 10 കിൻഡൽ നെല്ലുൽപാദിപ്പിക്കുന്ന പാടശേഖരങ്ങളിൽ 30-40 കിൻഡൽ നെല്ലുൽപാദിപ്പിക്കുന്ന വിത്തുകളെ വിളകൾ കണ്ടുപിടിക്കപ്പെട്ടു. ടീൻറ്റുടിയും തെങ്ങിനാണ്, അല്ലേ? ഓരോന്നിന്റെയും അതെല്ലാം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഇവിടുത്തെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ന്യൂക്ലിയർ എനർജി ആണെങ്കിലും സാറ്റലൈറ്റിക് എനർജി ആണെങ്കിലും ഇപ്പൊ ചന്ദ്രയാൻ 3 വിഷയം നമുക്ക് വായിക്കുകയാണ്, അല്ലേ? ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി കൊച്ചു രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ സംവിധാനം ഇല്ലെങ്കിൽ അവിടെ മൊബൈൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ വിട്ടുകൊടുത്ത് കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾക്ക് ഇതിന്റെയൊക്കെ സേവനം വിട്ടുകൊടുത്തിട്ട് അവിടുന്ന് ഒക്കെ ഫണ്ട് വന്നപ്പോഴാണ് രാജ്യം സമ്പന്നമായത്. ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ 70% ജനങ്ങൾ 45 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരും കുട്ടികളും. ഇപ്പൊ രാജ്യം ഒരു ഡ്രമാറ്റിക് ആയ വിപ്ലവകരമായ ഒരു വികസനത്തിന്റെ ഒരു നൂറ്റാണ്ടിലാണ്. അപ്പൊ ആ വികസനത്തിന്റെ ഏറ്റവും കാതലായ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ മക്കള്. നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം, അവരെ നന്നായിട്ട് പഠിപ്പിക്കണം, അവർക്ക് നല്ല നിലയിൽ എത്താനുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ലഹരിയിലേക്ക് പെടാതിരിക്കാനുള്ള ശ്രമം നടത്തണം. എന്തുകൊണ്ട് ലഹരിയിൽ പെട്ടാൽ തിരികെ വരാതിരിക്കുന്നത് എന്നുള്ളൊരു സയൻസ്, അത് മാത്രം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ചായ കാപ്പി കുടിക്കല്ലേ? ഞാൻ അന്ന് ചോദിച്ചായിരുന്നല്ലേ, ചായ കാപ്പി കുടിക്കുമോ? എല്ലാവരും ചായ കാപ്പി കുടിക്കുമോ? നിങ്ങളിങ്ങനെ മിണ്ടായിരുന്നത് ഞാനാണ് ഒരു ഗ്ലാസ് എടുത്ത് ക്ഷീണിച്ച് ഒരു ഗ്ലാസ് എടുത്തിട്ട് 55 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ബൈക്ക് ഓടിച്ചിട്ട് ഞാനിവിടെ വരുന്നത്. അന്നിട്ടാ ഗ്ലാസ് അടുത്തെടുക്കുന്നത്. അപ്പൊ എനിക്ക് എത്ര ക്ഷീണമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറ. നമ്മളെല്ലാം ചായ കാപ്പി കുടിക്കുമോ? വലിയ ചോദ്യം ചോദിക്കുമോ? ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചോദ്യം ചോദിക്കും. ചായയൊക്കെ MSc-ക്കാരും MBA-ക്കാരും ഒക്കെ ഉണ്ട്. ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പശുവിന്റെ പാലെടുത്തിട്ട് വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സ്കൂളിൽ പഠിപ്പിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്ന പറയുന്നത് ഒരു എനർജി ഡ്രിങ്ക്, അല്ലേ?
ഒരു എനർജി ഇട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ പെട്ടെന്നുള്ള കൊണ്ട് തന്നല്ലേ, നമ്മ ജസ്റ്റ് ഉന്മേഷവാനായിട്ട് സ്മാർട്ടായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കേരളത്തിന്റെ സംസ്കാര പ്രകാരം പെട്ടെന്നുള്ള കൊണ്ട് കൊടുക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ ചെല്ലുന്നെങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധജലമാണ് ചെല്ലുന്നത്. നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നെങ്കിൽ പാലുണ്ടെങ്കിൽ എങ്ങനെ ഇരിച്ചായിട്ട് അല്ലെ കട്ടൻ ചായ ഇട്ട് കൊടുക്കും അല്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മുടെ സംസ്കാരമാണ് അല്ലേ. നമ്മുടെ തലച്ചോറ് വളരെ മനോഹരം അല്ലേ, ആണോ? തലച്ചോറ് നല്ലതാണ്. ആ തലച്ചോറിൽ എന്തൊക്കെയുണ്ട്, തലക്കകത്ത് എന്തൊക്കെയുണ്ട്? ഇവിടെ പഠിക്കുന്നത് പറഞ്ഞ് ചുമ്മാ ഒന്നും അറിയത്തില്ലല്ലോ അല്ലേ. സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡില ഒബ്ലാഗേറ്റ് ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. അങ്ങനെ നിരവധി സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മനോഹരമായ തലച്ചോറാണ് നമ്മുടെ അല്ലേ, ആണോ? കയ്യിൽ ഇടത്തെ കൈ വന്നൊരു കൊതിയുള്ള ഒരു കുത്തിയാൽ എന്ത് ചെയ്യും? ഇടുന്നോടൊന്ന് വിചാരിക്കും, വടത്തേക്ക് പെട്ടെന്ന് അടിച്ചു വരും അല്ലേ. സെക്കൻഡിന്റെ ഫ്രാഗ്രൻസ് ഓഫ് സെക്കൻഡ്, എന്നിട്ട് ചെറിയൊരു സമയം കൊണ്ട് കൊതുക് കുത്തുന്നു അറിയാം, നമ്മൾ അതിനെ തല്ലിക്കൊല്ലിരിക്കും അല്ലേ. എങ്ങനെ അറിയുന്നത്? സംവേദനങ്ങൾ എന്ന് പറയും കേട്ടോ, സംവേദനങ്ങൾ. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ധരിച്ച് നമ്മുടെ തലച്ചോറ് ചെല്ലിട്ട് പറയും. എന്തൊക്കെ പറയുമ്പോൾ ബോറടിക്കും പ്രായമുള്ളവർക്ക്, എങ്കിലും കൊച്ചു പിള്ളേർക്ക് അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ സംവേദനങ്ങൾ എന്നൊരു സാധനമാണ്. അതിങ്ങനെ തലച്ചോറ് ചെല്ലിട്ട് പറയും, അവിടെ ഒരു കൊതുകിരിക്കുന്നു, അതിനൊന്ന് പെട്ടെന്ന് അടിച്ച് തല്ലിക്കൊല്ലാനായിട്ട് പറയും. അങ്ങോട്ട് തിരിച്ച് സംവേദനം പോയിട്ട് മനസ്സിലെ കൈയോട് പറയും, ഇവിടെ വന്ന് പറയും, ഇത് പെട്ടെന്ന് ഇവിടെ അടിച്ചു വരും അല്ലേ. അല്ലേ, കോടിക്കണക്കിന് 10 ബില്യണോളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ നമ്മുടെ തലച്ചോറിലുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, സെറോട്ടോണിൻ, സെബിറ്റോണിൻ, ന്യൂറോൺ അസറ്റക്കോളിൻ എന്നൊക്കെ പറഞ്ഞ് പല പേര്, 10ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ഇതൊക്കെ അറിയാം. അങ്ങനെ പല പേരിലുണ്ട്. അപ്പൊ അതിൽ ഈ ഡോപ്പമിൻ പല ജോലിക്കായിട്ട് പല കാര്യത്തിനെ ഡിപ്ലോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓരോ ജോലി അസൈൻ ചെയ്ത് അതിന് കൊടുക്കുന്നത്. അതിൽ ഈ ഡോപ്പമിൻ എന്ന് ഞാൻ പറയുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമുക്ക് ഈ സുഖം എന്ന് പറഞ്ഞ അനുഭൂതി തരുന്നത്. ഇപ്പൊ കാറ്റൊക്കെ കൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഖം കിട്ടുന്നുണ്ട്, ചാരി ഇരിക്കുന്നവർക്ക് കുറച്ച് സുഖം കിട്ടും അല്ലേ, അല്ലേ, ആണോ? ആ അപ്പം ഡോപ്പമിൻ തലച്ചോറിന് സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്തായി ഡോപ്പമിൻ ഉണ്ടാകുന്നത്. ലിംബിക് സിസ്റ്റത്തിലെ വെൻട്രാക്കലിന്റെ ഏരിയയില് ന്യൂക്ലിയസ് അക്കംബലീസിലേക്ക് വന്ന് പ്രവചിച്ച് വീഴുമെന്നൊക്കെയാണ് അതിന്റെ സയൻസ്. അത്ര മനസ്സിലാക്കേണ്ട. തലച്ചോറിൽ എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ട് വൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത് വന്ന് വീഴുന്ന അളവനുസരിച്ച് നമ്മുടെ സുഖത്തിന്റെ തോത് വ്യത്യാസപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചായ കുടിക്കാനായിട്ട് എടുത്ത് ചുണ്ടത്തോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഒരു 50 തൊട്ട് 100 ഡോപ്പമിൻ പെട്ടെന്ന് ഇവിടുന്ന് ഉണ്ടായി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കുക. എക്സാക്ട് കൗണ്ടൊന്നും അല്ല ഇത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നു. 50 തൊട്ട് 100 ഉണ്ടാകും. പുക വലിക്കാതാണ് അങ്ങോട്ട് കളിച്ച് കത്തിച്ചങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ അതിന്റെ കൗണ്ട്, അതിന്റെ അളവ് ഒരു 3000-ന് മുകളിലേക്ക് പെട്ടെന്ന് കടന്നു. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ മദ്യം ഒന്നും ഒരു പെഗ് അടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ അതിന്റെ കൗണ്ട്, അന്നേരം നമ്മുടെ സുഖത്തിന്റെ കൗണ്ട് പോകുന്നത് 10,000-ന് മുകളിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? 10,000. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതല്ലേ, ഇത് നല്ല സാധനമല്ലേ? ആ നല്ല സൂപ്പർ സാധനം അല്ലേ, ഇത് നല്ലതല്ലേ? ആ ഇതെന്തുകൊണ്ട് എന്തെല്ലാം ഗുണം ഉണ്ടായി? നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ, നമ്മുടെ ലോകത്തിന്റെ സ്പീഡ് വർദ്ധിപ്പിച്ച, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വർദ്ധിപ്പിച്ച, ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ച വളരെ മനോഹരമായ ഒരു സാധനം അല്ലേ, ആണ്. ഇതുകൊണ്ട് എന്താ ഉണ്ടായിരുന്നു? ഒരു ഗുണം ഉണ്ടായി, ഒരു ഗുണം പറഞ്ഞു, ഒരു ഗുണം പറഞ്ഞു. നോളജ് വർദ്ധിപ്പിക്കാൻ ഉള്ളതാണ്. മാഡത്തിന് തോന്നുന്നുണ്ടായി ഒന്നും ഉണ്ടായില്ലേ? ഒരു ഗുണം ഉണ്ടായില്ലേ? എന്തൊരു ഗുണം ഉണ്ടായോ? എന്തുണ്ടായി? ആരും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിപ്പിച്ചില്ലേ? ഇല്ലേ? അല്ലേ? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇഷ്ടം പോലെ PSC ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റിയില്ലേ? അതേപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് ഇഷ്ടംപോലെ കുക്കറി ഷോകളൊക്കെ കാണാൻ പറ്റിയില്ലേ? എന്റെ വൈഫിനൊക്കെ ഇപ്പൊ ഏതൊക്കെ കറികൾ ഉണ്ടാക്കാൻ അറിയാമെന്നറിയോ? എന്തും മാത്രം കാര്യങ്ങൾ യൂട്യൂബിലോട്ട് ഇട്ടാൽ പോലെ അല്ലെ, എന്തെങ്കിലും സെർച്ച് ചെയ്താൽ പോലെ ഇല്ലേ? ആമസോണും ഫ്ലിപ്കാർട്ടും ഡിജികാർട്ടും ഒക്കെ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കൂട്ടിയില്ലേ? ഇതൊന്നും ആ ഗുണങ്ങളല്ലേ? ഞാൻ പഠിക്കുമ്പോൾ LSS USS എന്ന് പറഞ്ഞ 2 സ്കോളർഷിപ്പുകളെ കുറിച്ച് എനിക്കറിയത്തുള്ളായിരുന്നു. ഇന്ന് 1584 നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ആവശ്യക്കാരാണെങ്കിൽ അവർ അവെയറാണ്. അല്ലേ?
അറിയാൻ പറ്റും അല്ലേ? എത്രയോ സ്കോളർഷിപ്പുകൾ ഈ രാജ്യത്തും അന്യ രാജ്യങ്ങളിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ച് അവർ അവെയറാണ് അല്ലേ? പണ്ട് IAS IPS IFS ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ കിട്ടണ്ട ഒന്ന് അറ്റൻഡ് ചെയ്യണേ തന്നെ ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഏറ്റവും നല്ല ലൈബ്രറികളൊക്കെ ചെയ്തെടുത്ത് പോയി പഠിക്കണമായിരുന്നു. എന്തിനു വേണ്ടി? റെഫറൻസിന് വേണ്ടി. ഇന്ന് ക്ലൗഡ് പോലെയുള്ള വായനശാല ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്, ക്ലൗഡ് എന്ന് പറഞ്ഞതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന 28 ലക്ഷം കോടി പുസ്തകങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിലെ മുഴുവൻ വായനശാലക്കൂടെയുള്ള പുസ്തകത്തിനേക്കാൾ കൂടുതൽ റെഫർ ചെയ്യാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു ഏതൊക്കെ രാജ്യത്ത് എങ്ങനെയൊക്കെ പോകാമെന്നും ഏതൊക്കെ സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ഏതൊക്കെ ബാങ്ക് ലോണുകൾ എഴുതി ഒരുക്കുമെന്നും ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി ചേർന്ന വളരെ മനോഹരമായ ഒരു സാധനം ഇതല്ലേ? ഇതിന്റെ നന്മയുടെ വശത്തിന്റെ ഫാർദസ്റ്റ് കോർണർ ഏറ്റവും അറ്റം വരെ നമ്മുടെ കുട്ടികൾ അന്വേഷിച്ചു. തിന്മയുടെ വശത്തിന്റെ ബിയോണ്ട് ദ ഫാർദസ്റ്റ് കോർണറിലും കുട്ടികൾ അന്വേഷിക്കും അല്ലേ? പുറകോട്ടും പോകും മുന്നോട്ടും പോകും, നന്മയ്ക്കും പോകും തിന്മയ്ക്കും പോകും അല്ലേ? ഇപ്പൊ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ? ഏത് ഗെയിമാണ് കളിക്കുന്നത്? ഫ്രീ ഫയർ. എല്ലാവരും ഫ്രീ ഫയർ ആണ്. PUBG കളിക്കും, പെസ്, ക്ലാഷ് ഓഫ്, എല്ലാവരും ഫ്രീ ഫയർ മതി അല്ലേ? ആണല്ലേ? അപ്പൊ ഗെയിമൊക്കെ നമ്മൾ കളിക്കാനായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചാൽ അമ്മ അങ്ങോട്ട് വന്ന് പെട്ടെന്ന് തിരിച്ച് മേടിച്ചാൽ ഭയങ്കര ദേഷ്യമല്ലേ ഫോൺ? ആണോ? സന്തോഷത്തോടെ കൊടുക്കുമോ? അതേപോലെ അമ്മയോട് പറയാം 10 മിനിറ്റ് കളിക്കുന്നുള്ളൂ അല്ലേ? പറയത്തില്ലേ? പിന്നെ നമ്മൾ പഠിത്തം നമ്മൾ തുടങ്ങുമെന്ന് പറയല്ലേ? അമ്മ എന്താക്കി കുളിക്കോ നനയ്ക്കോ എന്താക്കി ചെയ്തോളാൻ പറയല്ലേ? പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്നാൽ നമുക്ക് ഈ കളി നിർത്താൻ പറ്റുന്നുണ്ടോ? പറ്റുമോ? പറ്റത്തില്ല അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാം? 15,000 തൊട്ട് 20,000 ഡോപാമിൻ നമ്മുടെ തലച്ചോറ് ഉത്പാദിപ്പിച്ച് പ്രവഹിച്ച് ആ സുഖത്തിൽ നമ്മൾ ആഴ്ന്നു പോകുന്നതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനിച്ചാലും പെട്ടെന്ന് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് പറ്റത്തില്ല. ഇപ്പൊ പണ്ടൊക്കെ ഗ്യാംബ്ലിംഗ് ഗെയിമുകളുണ്ട്, ചീട്ടൊക്കെ കളിക്കുന്ന അച്ഛന്മാരെ കളിച്ചിട്ടുണ്ട്. ചീട്ട് കളിക്കാൻ നമ്മൾ തുടങ്ങിയാൽ ഓണത്തിനൊക്കെ നമ്മൾ കളി തുടങ്ങും അല്ലേ? അത് തുടങ്ങിയ രാവിലെ ഉച്ച വരെ കളിക്കും. ഉച്ചയ്ക്ക് ദൈവാലയം തിരിച്ച് ചൂടോട് വരികയാണെങ്കിൽ ഒരു ക്ഷീണമില്ല. വൈകുന്നേരം വരെ ഇത് കളിക്കില്ല, മണിക്കൂറുകൾ കളിക്കും അല്ലേ? ഒരു ക്ഷീണം വരുന്നില്ല, ക്ഷീണമില്ല. ഇപ്പൊ ഗ്യാംബ്ലിംഗ് ഗെയിമുണ്ട്. പള്ളിയിലെ അമ്പലങ്ങളിലൊക്കെ കുടിക്കുക്കുന്നൊക്കെ പറഞ്ഞ കളിയുണ്ട്. അത് അല്ലെങ്കിൽ ഇങ്ങനെ എറിഞ്ഞു പിടിക്കുന്ന കളികൾ ഒക്കെ കളിക്കാൻ പോയാൽ നമ്മുടെ പോക്കറ്റിലെ പൈസ മുഴുവൻ തീർന്നാലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ പോകത്തില്ല. മറ്റുള്ളവർ പൈസ കൊടുക്കും, നമ്മുടെ പോക്കറ്റിൽ തീർന്ന് അടുത്ത ആൾക്കാർ കളിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. ഗ്യാംബ്ലിംഗ് ഗെയിമിൽ ഇത്രയും ഡോപാമിന്റെ സുഖത്തിൽ നമ്മൾ പെടുന്നുണ്ട്. സെക്സ് പോലുള്ള വികാരങ്ങൾക്ക് ഒരു 30,000 തൊട്ട് 40,000 ഡോപാമിന്റെ ഉത്പാദനമാണ് ആ സമയത്തെങ്കിൽ മോഡേൺ ഡ്രഗ്സിലേക്ക് നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ വീണാൽ എത്ര അറിയാമോ? 50,000 മേൽ ലക്ഷങ്ങളോളം ഡോപാമിന്റെ സുഖത്തിലേക്ക് അവർ പെട്ടെന്ന് വീണു പോവുകയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ച് ഇതിന്റെ സുഖത്തിന്റെ തോതും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? 50 തൊട്ട് 100 ഡോപാമിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചായ ഒരു നേരം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? എന്നും കഴിക്കുന്ന അമ്മമാർ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചായ കിട്ടിയ ഒരു ആശ്വാസമല്ലേ? അപ്പൊ 15,000 മൊബൈലിന്റെ സുഖം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 15,000 ഡോപാമിന്റെ സുഖം തരുന്ന മൊബൈൽ. ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ട്, എനിക്ക് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ വൈകിട്ട് സുജ മെമ്പർ മോളോ എന്നിട്ട് നമ്പർ അറിയാൻ അവർ 2 രൂപ അവരെനിക്ക് അനുകൂലമായ ഒരു കമന്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ? അല്ലേ? അവരൊന്നും പറഞ്ഞില്ലെങ്കിലോ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് താഴെ വീണ് പൊട്ടി 4 ദിവസം കഴിഞ്ഞ് ഇത് ശരിയാവുന്ന ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ? നോമോഫോബിയ എന്നാണ് രോഗത്തിൽ. നോമോഫോബിയ എന്നാണ്, നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നമ്മൾ പെടുന്നതുകൊണ്ടാണ് ഈ അത് വിഷയം നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു 6 ഇരട്ടിയോളം സുഖത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നുപോയാൽ തിരികെ വരാൻ പറ്റുന്നുണ്ട്. പറയാൻ സയൻസ് മനസ്സിലാവുന്നുണ്ടോ? 15,000 ഉള്ള മൊബൈലിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു 6 ഇരട്ടിയോളം 1 ലക്ഷത്തോളം ഡോപാമിന്റെ സുഖങ്ങളിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞ് പെട്ടെന്ന് തിരികെ വരാൻ പറ്റുമോ? അവന് മതിയായ കൗൺസിലിംഗുകൾ കൊടുക്കണം, അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അവനെ പാർശ്വവൽക്കരിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ നിലവിൽ ലഹരിക്ക് അടിമകളാകുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം പലപ്പോഴും അവനെ സൈഡ് ലൈൻ ചെയ്യുക, പാർശ്വവൽക്കരിക്കുക. അവന് കൗൺസിലിംഗും ട്രീറ്റ്മെന്റും കൊടുത്താൽ മാത്രമേ അവൻ തിരികെ വരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നിലവിൽ ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തണം നമ്മുടെ വാദികളിൽ അല്ലേ? അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പൊ 400-450 വീടായിരിക്കും നമ്മുടെ കേരളത്തിൽ 400-450 വീടാണ് ഒരു പഞ്ചായത്തിലെ വാർഡുകൾ തിരിച്ചിരിക്കുന്നത്. അപ്പൊ 400 വീടിന്റെ പരിധിയിൽ നിലവിൽ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ഒരു 15 വീട്ടുകാർ പോലും കാണുന്നു. അവരെ പോലും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇപ്പോൾ അവരെ പോലും ചോദ്യം ചെയ്യാൻ നമുക്ക് ധൈര്യമുണ്ടോ?
പ്രയാസമാണ്. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ 20% പേര് ചിലപ്പോൾ കുട്ടികൾ അവരുടെ ഭാഗമാകുമ്പോൾ പിന്നെ ഒട്ടും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നല്ല ശക്തിയോട് ഇതിനെ പ്രതിരോധിക്കണം. കാര്യമില്ല, ഇപ്പൊ ഹാൻസും കൂടും ഒക്കെ തുടങ്ങുന്ന കുഞ്ഞ് ട്രക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,000 രൂപ വേണം ദിവസവും ട്രക്ക് മേടിക്കാൻ അല്ലേ. 1000 രൂപ അവനോട് ഒപ്പിക്കും. നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർ ജീവിക്കുന്ന കുടുംബങ്ങളിൽ എങ്ങനെ ഒപ്പിക്കും? അതിന് വേണ്ടി മോഷ്ടിക്കും, പിന്നെ നാട്ടിലിറങ്ങി മോഷണം തുടങ്ങും. ഇതൊന്നും ചെയ്തില്ല എന്ത് ചെയ്യും? കൂടുതൽ കുട്ടികൾക്ക് ലഹരി കൊടുക്കണം അല്ലെ. എന്നിട്ട് അതിൽ നിന്ന് അവന് കൺസ്യൂം ചെയ്യാവുന്ന ഡ്രഗ് ഫ്രീ ആയിട്ട് കണ്ടെത്താൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ഡ്രഗിന്റെ വിപണനക്കാരും അവർക്ക് മെറ്റീരിയൽ ലാഭത്തിനേക്കാളും അവർക്ക് സാമ്പത്തിക ലാഭത്തിനേക്കാളും അവർ ആഗ്രഹിക്കുന്ന അവർക്ക് ഉപയോഗിക്കാവുന്ന ലഹരി വസ്തുക്കൾ മേടിക്കുന്നതിനുള്ള പ്രയത്നമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമുള്ളൂ പറയാൻ, നമ്മുടെ മക്കളെ നമുക്ക് നന്നായിട്ട് നോക്കണം. ഒരു ലഹരിയിലും പെടാതിരിക്കാനുള്ള ബോധം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഒരു 10 വർഷം മുമ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർ ഇഷ്ടപ്പെട്ട കോഴ്സുകളിലെ അഗ്രഹങ്ങളിലെത്താനോ അല്ല അതേറ്റെടുത്ത് പഠിക്കാനോ ഉള്ള സാധ്യത ഈ രാജ്യത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് പഠിക്കാൻ തയ്യാറായി വരുന്ന ഏത് കുട്ടിക്കും പഠനങ്ങളുടെ ഔന്നത്യങ്ങളിലെത്താനുള്ള ഒരു പശ്ചാത്തലം ഈ രാജ്യത്തുണ്ട്. നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ഒരു പോസ്റ്റ് ഓൺലൈനിൽ ഇട്ടാൽ പോലും 1000 അവനെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ആ സാധ്യതകൾ നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ ഒരു പ്ലാറ്റ്ഫോം ഈ രാജ്യത്തുണ്ട്. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ലൈഫ് നമ്മൾ നിയന്ത്രിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലഘട്ടമല്ല ഇന്ന്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തും. ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു ലൈഫേ ഉള്ളൂ അല്ലേ. നമ്മൾ ജനിക്കുന്ന ഒറ്റയ്ക്ക്, ജീവിക്കുന്ന ഒറ്റയ്ക്ക്, മരണപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അല്ലേ. ഒറ്റയ്ക്കല്ല മരിച്ചു പറഞ്ഞു ആണോ? എല്ലാവരും കൂടെ കാണും അല്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. സ്വാഭാവികമായിട്ട് മരണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റികൾ, നമ്മൾ ആരാണെന്ന്, ഈ ലോകത്ത് ജനിച്ച് എന്തിനാണെന്നുള്ള ഐഡന്റിറ്റികൾ നമ്മൾ സ്വയം തയ്യാറാക്കണം അല്ലേ. ലോകത്തിന്റെ നെറുകയിലെത്തിയ എല്ലാ രാഷ്ട്രതന്ത്രജ്ഞന്മാരാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞരാണെങ്കിലും എല്ലാ മേഖലകളിലും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും സാമ്പത്തികപരമായിട്ട് ഏറ്റവും പിന്നോക്കത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. അപ്പൊ നമുക്ക് എത്താൻ പറ്റാത്ത, അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല. അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായിട്ട് ചെയ്യുക. നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ടെന്നും ഒരു ലഹരിയിൽ നിങ്ങൾ പെടത്തില്ലെന്നുള്ള ഉത്തമമായ ഒരു തീരുമാനം നിങ്ങൾ സ്വയം തീരുമാനിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടികളുടെ മുന്നിൽ ചെന്നിട്ട് അപ്രീസിയേഷൻ സ്വയമായിട്ട് കൊടുക്കണം അല്ലെ. ഞാൻ കരുത്തനും, ഞാൻ മിടുക്കനും, ഞാൻ ബുദ്ധിമാനുമാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കരുത്തുണ്ട്, ബുദ്ധിയുണ്ട്, പിന്നെ ഞാൻ എന്തിനും മറ്റുള്ളവരുടെ പുറകിലേക്ക് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ മക്കൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇന്നലെ വരെ നഷ്ടപ്പെട്ട ദിവസങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. ഇനി വരും തലമുറയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ. നമ്മുടെ പൂർവികർ നമ്മുടെ രാജ്യം ഇത്ര സമാധാനപരമായി നിലനിർത്തി തന്നുകൊണ്ടാണ് നമുക്ക് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായത്. അപ്പൊ വരും തലമുറയ്ക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ നമുക്ക് ഒരുക്കി കൊടുക്കണം അല്ലെ. ഡ്രഗിന്റെ അടിമകളാകുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചിട്ട് പോയാൽ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവും. കൊളംബിയ പോലുള്ള രാജ്യത്തിന്റെ അവസ്ഥയായിരിക്കും നമുക്ക് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം ഏതായിരുന്നല്ലോ? പഞ്ചാബായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം, കാർഷിക വൃത്തിയിലും ആരോഗ്യവാന്മാരും മിടുക്കന്മാരും ബുദ്ധിമാന്മാരുടെയും വലിയൊരു സംസ്ഥാനമാണ് അല്ലെ. പക്ഷെ 54% അവിടുത്തെ ചെറുപ്പക്കാരും കുട്ടികളും, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും ലഹരി വസ്തുക്കൾ ഏറ്റവും കടന്നു വന്നിരുന്നത് രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെയായിരുന്നു. അപ്പൊ എന്താണ്, അവിടെ 54% ചെറുപ്പക്കാരും കുട്ടികളും ആ ഡ്രഗിന് അടിമകളായി ആ സംസ്ഥാനം തന്നെ ഡിക്ലെയർ ചെയ്തു അല്ലെ. കേരളം 3ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ 1ാം സ്ഥാനത്തേക്ക് കടന്നു വരിക മിടുക്കന്മാരുടെ ലോകം. ഇന്ന് സിംഗപ്പൂരിലും മലേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഡ്രഗുകൾ ശ്രീലങ്കയിലെത്തി LTT പോലുള്ള വലിയൊരു സംവിധാനങ്ങളൊക്കെ മദ്രാസ് തൊട്ടുള്ള തീരദേശ മേഖലയിൽ കൂടെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരും. നമുക്ക് തന്നെ തടയാനായിട്ട് കേസുകൾ എടുക്കുന്നത് മാത്രം, കേസുകൾ എടുക്കും അതിന്റെ വഴികളാണ്. പക്ഷെ മക്കൾക്ക് ബോധം പറഞ്ഞു കൊടുക്കണം. വൈകുന്നേരം പ്രൈം ടൈമിലെങ്കിലും നമ്മുടെ മക്കളോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6:30 തൊട്ട് 9 വരെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കളോട് ചേർന്ന് നിന്ന് ഭക്ഷണം കഴിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന തണൽ വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ മാറിയില്ല എന്ത് ചെയ്യും? തണൽ കിട്ടുന്ന മറ്റുള്ള വൃക്ഷങ്ങൾ കഴിവിലേക്ക് അവർ ഉറപ്പായിട്ട് ചേർത്തിരിക്കും. മനസ്സിലായോ? ഉറപ്പായിട്ട് അവർ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അവരെ പഠിക്കുക, അവർക്കുള്ള വിഷയങ്ങൾ പഠിക്കുക, അവർക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം.
ചെറുപ്പക്കാരൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവരോട് ചേർന്ന് നിന്നാലേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. അപ്പം ലഹരിക്ക് അഥവാ അടിമപ്പെടുത്തൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി കൗൺസിലർമാരുണ്ട്, സ്നേഹിത പോലുള്ള സംഘടനകളുണ്ട്, എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. ഇപ്പൊ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ഏതൊരു വ്യക്തിക്കും ഫ്രീ ആണ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ ഡ്രഗിലേക്ക് വരുന്ന ഒരു കുഞ്ഞിനെ 10 മണിക്കൂറേലും മിനിമം 3 ടേണായിട്ട് 10 മണിക്കൂറേലും കൗൺസിലിംഗ് കൊടുക്കുക. മനസ്സിലായി? അപ്പൊ ഈ 1 മണിക്കൂർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ 1500 രൂപ വേണം. 10 മണിക്കൂർ 15000 രൂപ വേണം. നമുക്ക് ഫ്രീ ആയിട്ട് എഴുതി കിടക്കുക. ഇഷ്ടം പോലെ പോലീസിലും എക്സൈസിലും പഞ്ചായത്തിലും ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ വീടുകളിലെത്തി അവർ കൗൺസിലിംഗ് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ സംവിധാനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം പ്രൈവറ്റ് 21 ദിവസത്തെ ഡി അഡിക്ഷൻ സെന്ററിലെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ 50,000 രൂപ മേളിലോട്ടുള്ള എമൗണ്ട് ആവും. എവിടെയും പോയാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ഏതൊരു കുഞ്ഞിനും അല്ലെ ഏതൊരു വ്യക്തിക്കും ഇവിടെ ഫ്രീ ആണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുക ട്രീറ്റ്മെന്റ്. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 0.5 മില്ലിഗ്രാം MDMA പോലുള്ള ലഹരി വസ്തുക്കൾ കോമൺ ആണെന്ന് പറഞ്ഞു. ഇത് കൈവശം വെച്ചാൽ 0.5 മില്ലിഗ്രാം, ഗ്രാം അല്ല ഞാൻ പറഞ്ഞു, മില്ലിഗ്രാം. അത് കൈവശം വെച്ചാൽ 10 ഗ്രാം വരെ, 0.5 മില്ലിഗ്രാം 10 ഗ്രാം വരെ കസ്റ്റഡിയിൽ വെച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. 10 വർഷം തടവ് കിട്ടും. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ. 3 വർഷം ശിക്ഷയും അതിൽ കൂടുതൽ കിട്ടുന്ന ശിക്ഷകളാണ്. അപ്പൊ ഞാനിതൊക്കെ ക്ലാസ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ വിടുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ഞാൻ പറയുന്നത് അധികമായിക്കോട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ലഹരിയിലും പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നമുക്കറിയാം 90 സ്ഥലത്തൊക്കെ കിടന്ന 50-60 വയസ്സുള്ള അമ്മമാരും വല്യമ്മമാരും ഒക്കെ ഈ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് കഠിനാധ്വാനം ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അല്ലേ? നമുക്ക് നേടാൻ പറ്റുന്നവർ പലതും നമ്മുടെ മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് അല്ലേ? അത് വൃഥാവിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് 15 വയസ്സിൽ ഹാൻസും കൂടും തുടങ്ങി 25 വയസ്സിൽ നാം മരണപ്പെട്ട് പോകണോ? ഒരു 36-40 മാസമാകുമ്പോൾ പല്ലുകൾ പതുക്കെ ബ്രൗൺ കളറായി, പല്ലുകൾ പതുക്കെ ദ്രവിച്ച്, പല്ലുകൾ കൊഴിയാൻ തുടങ്ങുമ്പോഴേ എന്താണ് MDMAയുടെയൊക്കെ ബുദ്ധിമുട്ടെന്ന് അന്നേരം മനസ്സിലാക്കത്തുള്ളൂ. 36-40 മാസം ആകുമ്പോൾ അതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതിലൊന്നും പോകാതെ സേ നോ ടു ഡ്രഗ്സ്. ഒരു ഡ്രഗും വേണ്ട, നോ പറയുക. യെസ് ടു ലൈഫ്. നമ്മുടെ സേ യെസ് ടു ലൈഫ്. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യണം അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഞാൻ പഠിക്കുമ്പം ഇന്ത്യ വിടുന്നത് കാണുകയാണ് നമ്മുടെ ആഗ്രഹം അല്ലെ? അതിക്കൂടെ ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മുടെ ഇന്നിപ്പം ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ആരെയും ഇന്ത്യ വിട്ട് കാണാനാണോ ആഗ്രഹിക്കുന്നത് അല്ലേ? യൂറോപ്പും ലാറ്റിൻ അമേരിക്കയിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ നമ്മുടെ വിതിൽ റീച്ചായി അല്ലേ? നമുക്ക് എവിടെയും സഞ്ചരിക്കാവുന്ന സംവിധാനം അല്ലേ? ഗ്ലോബലൈസേഷൻ ആയതുകൊണ്ട്. അതേപോലെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ അറിവിന്റെ ശേഖരം, ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് പരീക്ഷ വെച്ചിട്ട് തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ പെട്ടെന്ന് ജോലിയിൽ കടന്നു. പക്ഷെ ജോലി കിട്ടാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. എൻ്റെ കൂടെ വിദ്യാസമ്പന്നരായ ആയിരങ്ങളെ അറിയാം, മിടുക്കന്മാർ. ഒന്നിനും പോകാതെ വേറെ പല കാര്യങ്ങളിൽ തിരിയേണ്ടി വന്നു സാമൂഹിക സാഹചര്യങ്ങളും കൊണ്ട്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അന്ന് എനിക്കൊക്കെ അറിവ് കിട്ടിയിരിക്കുന്ന പത്രങ്ങൾ വായിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ദൂരദർശൻ ചെയ്യുകയാണ് അല്ലേ? ഇന്ന് ഇവര് 2Gയുടെ ലോകത്ത് ജനിച്ച് 3G കഴിഞ്ഞ് 4G കഴിഞ്ഞ് 5G അല്ലേ? 5 സിനിമ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്ത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനുള്ള പശ്ചാത്തലം നിങ്ങൾക്കായി അല്ലേ? ഞങ്ങളുടെ ഒന്നും ഡ്രീം എന്ന് പറഞ്ഞ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു മൊബൈലിന്റെ ഇന്നത്തെ എക്സിക്യൂഷനുകൾ. ഇപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കേസ് നടത്തിയാൽ മുഴുവൻ CCTV ക്യാമറകളായി മൊബൈലിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളത് പണ്ട് അമേരിക്കയിലൊക്കെ പലതും ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലില്ലാത്ത കാര്യങ്ങൾ അതിന്ന് സ്വായത്തമായി ഇല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടികൾ 2G ജനിച്ച കുട്ടികളുടെ സ്വപ്നങ്ങളിലില്ലാത്ത കാര്യങ്ങൾ വരും കാലഘട്ടത്തിൽ 6G, 7G, 8G, 9G, 10G ഒക്കെ നിങ്ങൾ ഇനി ആസ്വദിക്കാൻ കിടക്കുക അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് 70-80 വയസ്സ് വരെ ഇരുന്ന് ആസ്വദിക്കേണ്ട നിങ്ങൾ ചെറിയ ലഹരിയിലേക്ക് കടക്കാതിരിക്കാനുള്ള ബോധം ഉണ്ടാകും. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നിങ്ങൾ ഒരു ഡ്രഗിനും പോകരുത്. നമ്മൾ ജീവിതം ആസ്വദിക്കണം. മനസ്സിലായോ? ലോകം മുഴുവൻ ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ ചരിത്രങ്ങൾ, ഏതൊക്കെ മോണുമെന്റ്സുകൾ ഇനി കാണാൻ കിടക്കുക. എൻ്റെ പേരൻസിനെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? നല്ല ജോലി സമ്പാദിക്കണം, നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യണം. ഇഷ്ടപ്പെട്ട മേഖലകളിൽ നമ്മളെ തോൽപ്പിക്കാൻ ആരെയും നമ്മൾ സമ്മതിക്കുമോ?
നമ്മുടെ ഇഷ്ടമുള്ള മേഖലകളിൽ നമ്മളെ തോൽപ്പിക്കാൻ ആരെങ്കിലും നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള മേഖലകൾ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി അതിന്റെ അഗ്രങ്ങളിലേക്കുള്ള പ്രയാണങ്ങളായിരിക്കണം നമ്മുടെ ലൈഫ്. ഓക്കെ, ഇപ്പോൾ ദീർഘിക്കുന്നില്ല. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് അവസരം തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടും പ്രിയപ്പെട്ട സിറ്റി മെമ്പറോടും അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന ഇവിടുത്തെ സഭയുടെ ഭാരവാഹികൾ എല്ലാവരോടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും പ്രത്യേകിച്ച് ഇതിലെ എക്സൈസ് റേഡിയോ ഓഫീസിലും വീട്ടിൽ ഏറ്റവും വലിയ കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.